അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾ ഇല്ലാത്തത് കൊണ്ടും ഒരു യൂണിവേഴ്സിറ്റി അല്ലാത്തത് കൊണ്ടും അന്താരാഷ്ട്ര വിദ്യാഭ്യാസ റാങ്കിങ്ങിൽ ഈ ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ തേടിപ്പിടിച്ചെടുക്കുക വലിയ പ്രയാസമാണ്. അത്തരമൊരു സ്ഥാപനത്തിൽ അന്തർദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായൊരു സ്ഥാപനത്തിൽ ഡെവലപ്മെൻറ്റ് ഇക്കണോമിക്സിൽ PhD ചെയ്യുന്ന തൃശ്ശൂർക്കാരനായ ബാലസുബ്രഹ്മണ്യമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പഠന വഴികൾ, നാൾ വഴികൾ, അതിനുവേണ്ടി അദ്ദേഹം എടുത്ത മുന്നൊരുക്കങ്ങൾ, അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി എടുത്ത മുന്നൊരുക്കങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക. അതോടൊപ്പം 9ാം ക്ലാസ് മുതലേ പരിചയമുള്ള വളരെ പരിചയമുള്ളൊരു സുഹൃത്ത് എന്ന നിലക്ക് കൂടിയാണ് ഞാൻ ബാലസുബ്രഹ്മണ്യത്തെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഈ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രവും അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഈ സ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകതയും അതിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം ചെയ്ത കുറേ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. ഏവർക്കും സ്വാഗതം. ഞാനും ബാലും കൂടി ചേർന്ന് സംസാരിച്ച് തുടങ്ങിയാൽ ഞങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. കാരണം ഒരുപാട് കാലത്തെ പരിചയമാണത്. പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ചും അതിലേക്ക് എത്തിപ്പെടാനുള്ള കാരണങ്ങളും അതിൻ്റെ ഒരു പശ്ചാത്തലവും വിശദീകരിക്കുക എന്നുള്ളതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ കരിയറൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ യെയിലും ബെർക്ക്ലിയും സ്റ്റാൻഫോർഡും കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നമ്മളിങ്ങനെ മാസച്യൂസെറ്റ്സൊക്കെ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു സ്വപ്നമായിട്ട് ബാലു എപ്പോഴും പറഞ്ഞിരുന്നതും എൻ്റെ ഒരു സ്വപ്നമായിട്ട് ഞാൻ പറഞ്ഞിരുന്നതൊക്കെ നമ്മൾ അങ്ങനെ ഒരു അവസാനം അങ്ങനത്തെ ഒരു US-ലെത്തുക, ഒരു IV ലീഗിലൊക്കെ എത്തുക എന്ന നിലക്കായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്, അല്ലേ? പിന്നെ എങ്ങനെയാണ് ഈ ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജനീവയിൽ എത്തിപ്പെടുന്നത്? അവിടെ തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം എന്താ? അതിൻ്റെ ഒരു പശ്ചാത്തലം, അതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു, ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കുറച്ചുകൂടി ഉപകാരപ്പെടുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നു. അവിടെ എത്തിപ്പെടാൻ കുറച്ച് പിന്നോട്ട് പോകണം. കാരണം ഞാൻ എൻ്റെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡീസ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യം പോയി 2016. അപ്പോൾ അവിടെ ഞാൻ മാസ്റ്റേഴ്സ് ഇൻ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് 2 ഇയേഴ്സിൽ ഫിനിഷ് ചെയ്തിട്ട് 2 ഇയേഴ്സ് ഞാൻ അതിനുശേഷം ISB ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ് ഹൈദരാബാദിൽ ഒരു പ്രീ ഡോക്ടറൽ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് സാർ പറഞ്ഞ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തത്. യേൽ, ബെർക്ക്ലി, ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, യൂണിവേഴ്സിറ്റി ഓഫ് സ്യൂറിക് എക്സെട്ര. അപ്പോൾ എനിക്ക് ആ ആപ്ലിക്കേഷൻ സൈക്കിൾ കഴിഞ്ഞിട്ട് കിട്ടിയ ഓപ്ഷൻസിൽ ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. ആൻഡ് അത് ചൂസ് ചെയ്യാൻ ഞാൻ അവിടെ ഓൾറെഡി പോയിട്ടുള്ള എക്സ്പീരിയൻസ്, അറ്റ് ദ സെയിം ടൈം നമ്മൾ PhD ചെയ്യുമ്പോൾ നമ്മുടെ സൂപ്പർവൈസർ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ പ്രീവിയസ്ലി എനിക്ക് സൂപ്പർവിഷൻ തന്നിരുന്ന ഒരു പ്രോമിനൻറ്റ് ഡെവലപ്മെൻറ്റ് ഇക്കോണമിസ്റ്റാണ് എനിക്ക് ഇപ്പോഴും അഡ്വൈസറായിട്ട് എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയത്. അപ്പോൾ അതൊരു മെയിൻ റീസൺ ആയിരുന്നു. യെസ്, എക്സാക്ട്ലി. ഇന്ത്യയിൽ റിസർച്ച് ഗൈഡ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ഫാക്കൽറ്റി സൂപ്പർവൈസർ. അപ്പോൾ ശരിക്കും നമ്മൾ അന്ന് ഈ യേലും നമ്മൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ IV ലീഗൊക്കെ ട്രൈ ചെയ്തിരുന്നു, അല്ലേ? എന്ന് വെച്ചാൽ അന്ന് മാസ്റ്റേഴ്സ് നമ്മൾ ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഹൻസ്രാജിൽ നിന്ന് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം കഴിഞ്ഞ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം നമ്മൾ ജനീവയിൽ ചെയ്തു. അപ്പോൾ ജനീവ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ PhDക്ക് വേണ്ടിയും മറ്റൊരു മാസ്റ്റേഴ്സ് ചെയ്യും, അങ്ങനെ എന്തോ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? എന്ന് വെച്ചാൽ അത് ഇങ്ങനെയായിരുന്നു, നമ്മൾ ജനീവയിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു PG ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിരുന്നു. അതെന്തായിരുന്നു, അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു? ഷുവർ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇക്കണോമിക്സിൽ PhD ചെയ്യണമെങ്കിൽ കമ്പയർഡ് ടു ദി അതർ സോഷ്യൽ സയൻസസ് കുറച്ചും കൂടി ടെക്നിക്കൽ ഡിമാൻഡ്സ് ഉണ്ട് അതിൽ, എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് നമ്മുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റി. അപ്പോൾ ഞാൻ ചെയ്ത മാസ്റ്റേഴ്സ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് which is an interdisciplinary masters which focuses on the general social sciences. അപ്പോൾ അതിൽ ഇക്കണോമിക്സ് മാത്രമല്ല, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രോപോളജി, സോഷ്യോളജി, ഇതൊക്കെ വരും. നമ്മളെ മിക്സ്ഡ് ഈ PGയിൽ തന്നെ. അപ്പോൾ ഇതിലെ എല്ലാ സബ്ജക്റ്റിലും നമുക്കൊരു എക്സ്പോഷർ, അറ്റ് ദ സെയിം ടൈം മിക്സ്ഡ് മെത്തേഡ്സ് റിസർച്ച്. ഫോർ എക്സാമ്പിൾ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. നമുക്കിപ്പം ഡേറ്റ സെറ്റ് വെച്ചിട്ടുള്ള ഒരു വർക്കും നമ്മൾ ഫീൽഡിൽ പോയിട്ട് സ്വയം ഇൻ്റർവ്യൂസ്, അങ്ങനത്തെ ഫോക്കസ് ഗ്രൂപ്പ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുള്ള വർക്കും വരുന്ന ഒരു മാസ്റ്റേഴ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഇക്കണോമിക്സ് PhDയിലേക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ഷോർട്ട് കമ്മിങ് ബ്രിഡ്ജ് ചെയ്യാനായിട്ടാണ് ഞാനൊരു സെക്കൻഡ് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു MPhil കൺസിഡർ ചെയ്തത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പിന്നെ വീണ്ടും ഈ ISBയിലേക്ക് എത്തിപ്പെടുന്നതും അതുപോലെ തന്നെ വീണ്ടും ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ എത്താനുള്ള ഒരു കാരണമൊക്കെ എങ്ങനെയാണത്? ശരിക്കും എന്താണത് എൻ്റെ പശ്ചാത്തലം? ഓക്കെ, ഞാൻ ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാസ്റ്റേഴ്സ് ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക്
ഇക്കണോമിക്സിലാണ് PhD ചെയ്യേണ്ടതെന്ന് തീരുമാനമായി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തത് ഇതിന്ന് ഡയറക്റ്റ് ഒരു പാത്വേ ഇല്ല, നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ കാരണം. അപ്പോൾ ഞാൻ ഇക്കണോമിക്സിലുള്ള ഫാക്കൽറ്റിയുടെ അടുത്ത് പോയി സംസാരിച്ചു തുടങ്ങി ഇതിനെക്കുറിച്ചൊരു അഡ്വൈസ് തേടാൻ. അപ്പോൾ അവർ പറഞ്ഞതാണ് ഒന്നെങ്കിൽ ഒരു സെക്കൻഡ് മാസ്റ്റേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റീസെർച്ചിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് ഒരു ഓപ്ഷൻ ആക്കി വെച്ചിട്ട്, ഫസ്റ്റ് പ്രയോറിറ്റി ആക്കി വെച്ചിട്ട് ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തു. അതിന്ന് റിജക്റ്റ് ആയ ദിവസം എനിക്ക് ഒരു പ്ലാൻ B ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റീസെർച്ച് പൊസിഷനിൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ് ഹൈദരാബാദിൽ അപ്ലൈ ചെയ്യണേ. അപ്പോൾ ആ പൊസിഷൻ ഒരു പ്രീ ഡോക്ടറൽ റീസെർച്ച് ഫെലോഷിപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ പ്രീ ഡോക്ടറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഡോക്ടറേറ്റ് പറയണ പോലെ ഡോക്ടറേറ്റിന് മുമ്പ് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് പ്രിപ്പറേഷൻസ്. അതിൽ നമുക്ക് കോഴ്സ് വർക്ക് ചെയ്തിട്ട് നമുക്കൊരു ട്രാൻസ്ക്രിപ്റ്റ് മേടിക്കാം, നമുക്ക് ഫീൽഡിൽ റീസെർച്ച് ചെയ്യാം, ആൻഡ് നമുക്ക് നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാം. ബിക്കോസ് ഇവൻച്വലി ഒരു PhD ആപ്ലിക്കേഷനിൽ ആവശ്യമുള്ളത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, CV ആൻഡ് ലെറ്റേഴ്സ് ഓഫ് റെക്കമെൻഡേഷൻ. അപ്പോൾ ഈ ഒരു കമ്പോണൻസിനെ ബെറ്റർ ആക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു ഇത്. അപ്പോൾ ഏറ്റവും പ്രമുഖങ്ങളായ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തുക, അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കം പോലെ ആയിരുന്നു സത്യത്തിൽ ഈ ISBയിലൊരു എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അതുപോലെ തന്നെ ജനീവ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുകൊണ്ട് അത് കഴിഞ്ഞ് അവിടുത്തെ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ് നമ്മൾ വേറൊരു മാസ്റ്റേഴ്സ് എടുക്കുന്നു. എന്നിട്ട് അത് ആ മാസ്റ്റേഴ്സിന് ശേഷം റിസർച്ചിൽ സ്ട്രൈറ്റ് അവേ ഇക്കണോമിക്സിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പ്. ഇതൊക്കെയായിരുന്നു മനസ്സിൽ പ്ലാൻ ശരിക്കും. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് ഇക്കണോമിക്സിൽ റിസർച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം അല്ലേ. അപ്പോൾ സത്യത്തിൽ ഡിഗ്രിയിൽ ഇക്കണോമിക്സ് ആയിരുന്നില്ലേ? അല്ലേ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലേക്ക് എത്തിപ്പെട്ടത്? അതിൻ്റെ ഒരു കാരണം എന്താ? അതെ, എത്തിപ്പെടാൻ രണ്ട് മെയിൻ കാരണങ്ങളുണ്ട്. ഒന്ന്, ഇക്കണോമിക്സിൽ അണ്ടർ ഗ്രാജുവേറ്റ് ചെയ്തു തുടങ്ങിയപ്പോൾ അതിൽ കംപ്ലീറ്റ്ലി ഒരു മാത്തമാറ്റിക്കൽ എലിമെൻ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ബാക്കി സോഷ്യൽ സയൻസസിൻ്റെ ഒരു എക്സ്പോഷർ വേണമെന്ന് തോന്നിയിരുന്നു. ആൻഡ് ഓൺലി മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് റീസെർച്ച് അല്ലെങ്കിൽ തിയററ്റിക്കൽ റീസെർച്ച് ചെയ്താൽ ശരിക്കുള്ള ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ്, പോളിസി ഇഷ്യൂസിന് സൊല്യൂഷൻസ് ഹോളിസ്റ്റിക് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ആ ഒരു എക്സ്ട്രാ എക്സ്പോഷർ വേണം. ആൻഡ് ദ സെക്കൻഡ് റീസൺ വാസ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇക്കണോമിക്സിനോട് തന്നെയുള്ള ഒരു മോട്ടിവേഷൻ ചെറുതായി കുറഞ്ഞു. പക്ഷേ വിതൗട്ട് ലൂസിങ് മൈ റൂട്ട്സ് ടു ഇക്കണോമിക്സ് ഒരു നല്ലൊരു ഗ്രാജുവേറ്റ് പ്രോഗ്രാം ചെയ്യണം. അതുകൊണ്ടാണ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് ഒരു പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു ആ സിറ്റുവേഷനിൽ. അപ്പോഴത്തെ ഒരു ഉണ്ടായിരുന്ന ഒരു ഡീമോട്ടിവേഷനും അല്ലെങ്കിൽ സബ്ജക്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഡീമോട്ടിവേഷനോ ഒരു ബോറടിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊന്ന് സപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി, ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, കുറച്ചുകൂടി ഒന്ന് നന്നാക്കാൻ വേണ്ടി ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസ്റ്റേഴ്സ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ ചെയ്തു. ദെൻ പിന്നെ വീണ്ടും തിരിച്ച് ഇക്കണോമിക്സിലേക്ക് തന്നെ വരണം എന്ന് ആഗ്രഹിച്ചു. അതായിരുന്നു പ്ലാൻ. യെസ്. അപ്പോൾ എന്നിട്ട് അതിന് വേണ്ടി വീണ്ടും മറ്റൊരു മാസ്റ്റേഴ്സ് ചെയ്തിട്ട് വീണ്ടും PhD ഇക്കണോമിക്സിലേക്ക് വരാം. ഇതായിരുന്നു മൊത്തത്തിലൊരു പ്ലാൻ അല്ലേ? ഓക്കെ. അപ്പോൾ സത്യത്തിൽ അപ്പോൾ ഈ ഒരു റിസർച്ച് അസോസിയേറ്റ്ഷിപ്പ് രണ്ട് തരത്തിലാണ്. ഒന്ന് അക്കാദമിക തലത്തിലും ഉപകാരപ്പെടുന്നതായി മാറി, ദെൻ അത് ഭാവിയിൽ ഈ PhDയിലേക്കൊക്കെ വരുമ്പോൾ അത് സപ്പോർട്ടീവായി. എനിക്ക് തോന്നുന്നു ആ ടൈമിനാന്ന് തോന്നുന്നു കുറേ പേപ്പർ വർക്കുകളും കുറേ ഒരു റിസർച്ച് പേപ്പറുകളൊക്കെ ചെയ്തിരുന്നു ബാലു എന്ന് എനിക്ക് തോന്നുന്നു, CDS ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് അല്ലേ. അത് വളരെ പ്രത്യേകതയുള്ള, വളരെ റെലവൻ്റായ, ആ ടൈമിന് കുറച്ച് റെലവൻ്റായ കുറച്ച് കാര്യങ്ങളായിരുന്നു അത്. അതും സത്യത്തിൽ ഈ ഒരു ഹയർ സ്റ്റഡീസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു. സത്യത്തിൽ ഈ റിസർച്ച് പേപ്പർ വർക്കുകളൊക്കെ എങ്ങനെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? യൂഷ്വലി PhD ആപ്ലിക്കേഷൻസിൽ അവർ നോക്കുന്നത് നമ്മുടെ ഇതുവരെയുള്ള എഡ്യൂക്കേഷൻ ഫോളോഡ് ബൈ ആർ എക്സ്ട്രാ റീസെർച്ച് പൊട്ടൻഷ്യൽ ഓർ ഓൾറെഡി എക്സിസ്റ്റിംഗ് റീസെർച്ച് ഔട്ട്പുട്ട്. അപ്പോൾ റീസെർച്ച് ഔട്ട്പുട്ടിലാണ് സാർ പറഞ്ഞ ഈ പേപ്പേഴ്സും പബ്ലിക്കേഷൻസ് ഒക്കെ യൂഷ്വലി വരിക. അപ്പോൾ ഞാൻ ISBയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു റീസെർച്ച് ഔട്ട്പുട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ടോപ്പിക്സിൽ. അറ്റ് ദ സെയിം ടൈം സാർ പറഞ്ഞ പോലെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് തിരുവനന്തപുരത്തുള്ള ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രോമിനൻറ്റ് അക്കാഡമിക്കായ പ്രൊഫസർ ഇരുദയരാജൻ, ഹി ഹാസ് ബിൻ കണ്ടക്ടിങ് മൈഗ്രേഷൻ സർവേസ്. കേരളത്തിന് വേണ്ടിയിട്ട്, നോർക്കയ്ക്ക് വേണ്ടിയിട്ട് മൈഗ്രേഷൻ സർവേസ് 1998 തൊട്ട് ഇതുവരെ കണ്ടക്ട് ചെയ്ത് വരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെൻറ്റോർഷിപ്പിൽ കേരള മൈഗ്രേഷൻ സർവേ 2018 ഞാനൊരു സർവേ കോർഡിനേറ്റർ ആൻഡ് റീസെർച്ച് അസോസിയേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാണ് ഉണ്ടായത്, ISBയിൽ വർക്ക് ചെയ്യണ സെയിം ടൈമിൽ. ആൻഡ് ആ സർവേയുടെ കോർഡിനേഷൻ ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യണതിൻ്റെ ഒപ്പം സാറിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പേപ്പേഴ്സ്, കുറച്ച് റിപ്പോർട്ട്സ് ഫോർ ദ ഗവൺമെൻറ് കോഓത്തർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇതൊക്കെ PhD ആപ്ലിക്കേഷനിൽ ഏറ്റവും ബെനിഫിഷ്യലായി. നമ്മൾ ഈ ആ ടൈമിനാണെന്ന് ഒരു പബ്ലിഷ്ഡ് വർക്കുകൾ 2-3 ഉണ്ടായിരുന്നു അല്ലേ? അത് സത്യത്തിൽ ഈ ഹയർ സ്റ്റഡീസിനൊക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് പോലെ, CV പോലെ ഈ പബ്ലിഷ്ഡ് വർക്കുകൾക്കും ഭയങ്കര പ്രാധാന്യമുണ്ട്. ഈ പബ്ലിഷ്ഡ് വർക്കുകൾ ഏതൊക്കെയായിരുന്നു അതൊന്ന് പറയാമോ?
അത് ആ സമയം തൊട്ട് ഇതുവരെയുള്ള പബ്ലിഷ്ഡ് വർക്ക്സ് ഫസ്റ്റ്ലി ഈസ് മൈ മാസ്റ്റർ തീസിസ്. നമ്മൾ മാസ്റ്റേഴ്സിൽ എഴുതുന്ന ഡിസർട്ടേഷൻ ഐ ബേസ്ഡ് ഇറ്റ് ഓൺ കേരള യൂസിങ് കേരള മൈഗ്രേഷൻ സർവേ ഡേറ്റ. അപ്പോൾ അത് ഇന്ത്യ മൈഗ്രേഷൻ റിപ്പോർട്ട് 2020 എന്ന് പറഞ്ഞ റൗട്ട്ലെജ് പബ്ലിക്കേഷനിൽ ഒരു ബുക്ക് ചാപ്റ്റർ ആയിട്ട് പബ്ലിഷ്ഡ് ആണ്. പിന്നെ റീസെൻ്റ്ലി നമ്മൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കോവിഡ് കാരണം പുറത്തുനിന്ന് റിട്ടേൺ ചെയ്തിട്ടുള്ള കേരളൈറ്റ്സ് ആൻഡ് തമിഴ്നാടു റെസിഡൻസ് അവരുടെ ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു ഫോർ ദ ഗവൺമെൻറ്റ്സ് ഓഫ് കേരള ആൻഡ് തമിഴ്നാടു അണ്ടർ CDS. അപ്പോൾ ഈ സർവേസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് ഞാനും പ്രൊഫസർ രാജനും കൂടി എഴുതിയിട്ടുണ്ട്. അതും പബ്ലിഷ്ഡ് ആണ് ഇന്ത്യ മൈഗ്രേഷൻ റിപ്പോർട്ട് 2022 എഡിഷനിൽ. അറ്റ് ദ സെയിം ടൈം വേൾഡ് ബാങ്കിൻ്റെ ഒരു ബ്ലോഗ് പോസ്റ്റും പ്രൊഫസർ രാജനും ഞാനും കൂടി എഴുതിയിരുന്നു. ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ഡേ December 18th സ്പീക്കിംഗ് അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ഡ്യൂറിങ് കോവിഡ്, അവർ അണ്ടർഗോ ചെയ്ത ബുദ്ധിമുട്ടുകൾ ആൻഡ് അവർക്ക് വേണ്ടി ഫ്യൂച്ചർ മൈഗ്രേഷൻ ഗവൺമെൻസിന് എന്താണ് കൺട്രീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു അഡ്വക്കസി പോലെ കാലിക പ്രസക്തമായ ഗഹനമായ പഠനങ്ങളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരർത്ഥത്തിൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ ഇത്തരം റിസർച്ച് വളരെ ജെന്യുവിനായ, സാധാരണ നമ്മളുടെ അധിക അക്കാഡമിക പഠനങ്ങളും ഒരു കോപ്പി പേസ്റ്റ് പോലെ നടക്കാറുണ്ട്, പക്ഷേ ഇത് വളരെ ജെന്യുവിനായ കുറേ പഠനങ്ങളായിരുന്നു. അതോടൊപ്പം അത് നിങ്ങളുടെ അക്കാഡമിക്സിൽ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് വിദ്യാർത്ഥികൾ, എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു വലിയൊരു മെസ്സേജാണത്. ഈ ഒരു ടൈമിന് ചെയ്യുന്ന വർക്കുകൾ മറ്റ് ഭാവി ഹയർ സ്റ്റഡീസിലൊക്കെ ഉപകാരപ്പെടും. ഒന്ന് ഇപ്പോൾ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ബാലുവിൻ്റെ ഒരു പഠനത്തിനൊരു താളം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അപ്പോൾ സത്യത്തിൽ ഈ അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ ഇപ്പോൾ ഹൻസ്രാജിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തിരുന്നു എന്നാണ്. അതൊക്കെ ഉപകാരപ്പെട്ടിരുന്നോ സത്യത്തിൽ? വളരെ ജെന്യുവൻ ആയിട്ടായിരുന്നു അതെല്ലാം. സർ നേരത്തെ ഇമ്പോർട്ടൻ്റ് ആയി മെൻഷൻ ചെയ്ത പോലെ SOP, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, CV, ഇതൊക്കെയാണല്ലോ ഒരു ആപ്ലിക്കേഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയ ഘടകങ്ങൾ. അപ്പോൾ അതിൽ ഫീച്ചർ ചെയ്യണ കുറച്ച് കമ്പോണൻസ് ആണ് ഈ എക്സ്ട്രാ കരിക്കുലേഴ്സ്. അപ്പോൾ എനിക്ക് തുടക്കം തൊട്ടേ സ്കൂളിൽ തന്നെ കുറച്ച് എക്സ്ട്രാ കരിക്കുലേഴ്സ് താല്പര്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സ്കൂൾ ഹരിശ്രീ വിദ്യാനിധി ഈ എക്സ്ട്രാ കരിക്കുലേഴ്സിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു സ്കൂളായിരുന്നു. അവിടെ നിന്ന് തന്നെ ഞാൻ ക്വിസിങ് പോലത്തെ ആക്ടിവിറ്റീസ് ചെയ്തു. ആൻഡ് ഹൻസ്രാജിൽ പോയപ്പോൾ ഞാൻ അവിടുത്തെ ക്വിസിങ് സൊസൈറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് അത്യാവശ്യം കുറേ ക്വിസസിന് പോയി. ആൻഡ് അതേസമയം ഡിബേറ്റിംഗ് സൊസൈറ്റിയിലും ഞാൻ ജോയിൻ ചെയ്തു. ആൻഡ് ഐ വാസ് ദ ജനറൽ സെക്രട്ടറി ഓഫ് ദ ഡിബേറ്റിംഗ് സൊസൈറ്റി. അപ്പോൾ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഈ ആപ്ലിക്കേഷൻസിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലേ? അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു 1-2 റെഫറൻസും ഉണ്ടായിരുന്നു തോന്നുന്നു. ഡോക്ടർ ശശി തരൂറിൻ്റെയൊക്കെ റെഫറൻസ് ഉണ്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? അത് ഉപകാരപ്പെട്ടിരുന്നു. വേറെ ആരൊക്കെയായിരുന്നു റെഫർ ചെയ്ത്, റെഫറൻസ് കിട്ടിയത് ആരൊക്കെയാണ്? ഓക്കെ, അപ്പോൾ യൂഷ്വലി നമ്മളൊരു മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD ആപ്ലിക്കേഷനിൽ അവർ നമ്മളോട് അക്കാഡമിക് റെഫറൻസസ്, ലെറ്റേഴ്സ് ഓഫ് റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറയും. അത് നമ്മൾ പ്രയർ പെർമിഷൻ ഒബ്റ്റെയിൻ ചെയ്തിട്ട് ഒന്നെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റി അല്ലെങ്കിൽ നമ്മളെ അടുത്തറിയാവുന്ന ഒരു പ്രൊഫഷണലാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ടത്. നമ്മൾ അവരുടെ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്തിട്ട് അവർ കോൺഫിഡൻഷ്യലായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ലെറ്ററാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കോമ്പിനേഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ റെഫറൻസസ് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫാക്കൽറ്റിയും ആൻഡ് അറ്റ് ദ സെയിം ടൈം കുറച്ച് ആക്ടിവിറ്റീസ് വഴി ഞാൻ ഡോക്ടർ ശശി തരൂരിനെ പരിചയപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റീസിൻ്റെ ബേസിസിൽ ഡോക്ടർ തരൂർ എനിക്കൊരു ലെറ്റർ എഴുതി. അത് ഉപകാരപ്പെട്ടിരുന്നു. ഉപകാരപ്പെട്ടിരുന്നു. അത് ഈ സ്പെൽ ബിയിലൊക്കെ മത്സരിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ സമ്മാനങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഴയ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ സ്കൂളിൽ, അല്ലേ? അതൊക്കെ സത്യത്തിൽ ഉപകാരപ്പെട്ടിരുന്നോ ഈ അർത്ഥത്തിൽ അക്കാഡമിക്സിൽ? ആബ്സല്യൂട്ട്ലി. ഐ തിങ്ക് ഡയറക്ട്ലി ചിലപ്പോൾ ആപ്ലിക്കേഷൻസ് അത് മാറ്റർ ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഡെഫിനറ്റ്ലി ഇൻഡയറക്ട്ലി എൻ്റെ ഒരു ഇംഗ്ലീഷ് വൊക്കാബുലറി, ഇംഗ്ലീഷ് കമാൻഡ്, ദി എബിലിറ്റി ടു റൈറ്റ് ആൻഡ് ആർട്ടിക്കുലേറ്റ് ക്ലിയർലി സ്പെല്ലിംഗ് ബി കാരണം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ കുറേ നോക്കുമ്പോൾ കുറേ അധികം ഘടകങ്ങൾ ബാലുവിൻ്റെ കരിയർ ഗ്രോത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പാരൻസും ഒരു പാരൻ്റൽ മെൻറ്റോറിങ്ങും കുറച്ചധികം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വളരെ കൃത്യമായി ചില ഗൈഡൻസ് ഒക്കെ അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എങ്ങനെയാണ് പാരൻസിൻ്റെ ഒരു റോൾ എങ്ങനെയായിരുന്നു കാര്യത്തിൽ? സർ, ഈ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ഫോർച്ചുനേറ്റ് ആണെന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ബിക്കോസ് 2013 ഒരു ട്രെൻഡ് നോക്കുമ്പോൾ പേരൻസ് വളരെ കൺസർവേറ്റീവായി പോകുന്നതിന് പകരം എനിക്ക് എൻ്റെ ഡിസിഷൻസ് എടുക്കാൻ എനിക്ക് അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി തന്നിരുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ സ്കൂളിൽ നന്നായിട്ട് റാങ്ക് മേടിച്ചിരുന്നു ആൻഡ് സയൻസ് സ്ട്രീമിലായിരുന്നു 12th കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി ഇക്കണോമിക്സിൽ എനിക്ക് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ്ലി, കേരളത്തിൽ ഈ ഡിഗ്രി ചെയ്യണതിന് പകരം ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ IIT മദ്രാസ് ഇങ്ങനത്തെ ഓപ്ഷൻസും ഞാൻ കൺസിഡർ ചെയ്യാൻ പേരൻസ് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. 2013 നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്, അല്ലേ? 2009. അപ്പോൾ അന്ന് അത് അപ്പോൾ അത് 9th കഴിഞ്ഞ ഉടനെ 10th കയറുന്ന ടൈമിൽ, ആ ടൈമിന് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അന്ന് സയൻസിൽ നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടികൾ എല്ലാവരും എൻജിനീയറിങ്ങിലേക്കോ മെഡിസിനിലേക്കൊക്കെ പോകുന്ന ഒരു ട്രെൻഡായിരുന്നു. അപ്പോൾ അന്ന് എനിക്കിപ്പോൾ ഓർമ്മയുള്ളത്, അന്ന് അച്ഛനും അമ്മയും വന്നു, ബാലു വന്നു, എന്നിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തു.
അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇക്കണോമിക്സിനെ കുറിച്ചുള്ള ചർച്ചയിലേക്കാണ് എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിസിൻ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോവുകയും ചെയ്തു. അത് വളരെ അന്നത്തെ ഒരു ടൈമിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഈ എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിസിനിലേക്ക് ചാടാതെ ഇക്കണോമിക്സിലേക്ക് കയറി വന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ഇക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഹൻസ്രാജ് കോളേജിൽ സത്യത്തിൽ അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഏതെങ്കിലും കേരള ഓർമ്മയിലോ അതല്ലെങ്കിൽ സെൻറ്റ് തോമസിലൊക്കെ ഇക്കണോമിക്സ് പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അതിന് പകരം അങ്ങോട്ടേക്ക് അയച്ചെന്ന് മാത്രമല്ല, ഒരു ഗൈഡൻസും ഒരു കെയറും വേണ്ടി ഒന്ന് പാരൻസ് ഒരാൾ കൂടെ വന്നു ജോലിയൊക്കെ രാജിവെച്ച് ഒരു മെൻറ്റോറിങ് നന്നായിട്ട് ചെയ്തിരുന്നു എന്നാണ് തോന്നുന്നത്. അതോടൊപ്പം അത് കഴിഞ്ഞ ശേഷം പൊതുവെ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ, ഒരു PhD ചെയ്ത് പ്രൊഫസർ ആവാൻ വേണ്ടി എന്തിനാണ് ഇപ്പോൾ ജനീവയിലേക്കൊക്കെ പോകുന്നതെന്നൊക്കെ ആളുകൾ സ്വാഭാവികമായിട്ട് ചോദിക്കാം. ആ ടൈമിനും കൃത്യമായ ഗൈഡൻസ് തന്ന് ഒരു മെൻറ്റോറിങ് തന്ന് ഒരു സപ്പോർട്ടൊക്കെ തന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു അന്നത്തെ നമ്മളൊരു ആദ്യത്തെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തിരുന്നു അല്ലേ, ആ ഒരു മാത്സ് ടീച്ചറിൻ്റെ ക്ലാസ്സിൽ വെച്ചാന്ന് തോന്നുന്നു അല്ലേ. അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അന്നത്തെ നമ്മളുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്തരം ഘടകങ്ങൾ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അല്ലേ. ഒരുപാട് ഘട്ടങ്ങളിലൂടെ ബാലു കടന്നു വന്നു. മൊത്തത്തിൽ ഇപ്പോൾ നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ ആദ്യം 12th കംപ്ലീറ്റ് ചെയ്തത് കേരളത്തിൽ നിന്ന്. അപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ളൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായി മാറുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ വന്നു, ഹൻസ്രാജിൽ പഠിച്ചു, അവിടുത്തെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. ആ കമ്മ്യൂണിറ്റിയിൽ വളരെ സജീവമായിട്ട് ബാലു ഇടപെട്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ജനീവയിലേക്ക് പോയി. ജനീവ അവിടുന്ന് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ISBയിൽ വന്നു, ഹൈദരാബാദിൽ വന്നു, അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തു റിസർച്ച് അസോസിയേറ്റ് ആയിട്ട്, തിരിച്ച് വീണ്ടും PhD. ഒരുപാട് ഘട്ടങ്ങളിലൂടെ ബാലു കടന്നുപോയി. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു കുട്ടികളോട് നമുക്ക് ഈ ഒരു അനുഭവങ്ങളും ഈ കുറേ ലേണിങ്സും സത്യത്തിൽ അതൊക്കെ വെച്ചുകൊണ്ട് എന്താണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു കുട്ടികളോട് ബാലുവിന് കൊടുക്കാനുള്ള മെസ്സേജ്, ഗ്രൗണ്ട് റൂൾ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ചർച്ച ചെയ്ത ടൈമിന് 9ാം ക്ലാസ്സിൽ വെച്ച് കരിയർ പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിരുന്നു ഒരു 25 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൊരു പൊസിഷൻ മനസ്സിൽ കണ്ട് വിഷ്വലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ബാക്കിലോട്ട് പ്ലാൻ ചെയ്യാനൊക്കെ പറഞ്ഞിരുന്നു. അന്ന് നമ്മുടെ കൂടെ ഖത്തറിലുണ്ടായിരുന്ന ഒരു ഫൈസലൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ D സുബ്രാവുവിനെയൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് അങ്ങനെയൊക്കെ ഓർമ്മയുണ്ടല്ലോ അതെല്ലാം. അതൊക്കെ വെച്ചുകൊണ്ട് മൊത്തത്തിൽ അങ്ങനെയൊക്കെ ചർച്ച ചെയ്തിരുന്നു, നമ്മൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്ത് പോയത്. അപ്പോൾ ആ ഒരു അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ഗ്രൂപ്പിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ റൂൾ അല്ലെങ്കിൽ പ്ലാൻ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇതുവരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഐ തിങ്ക് ദ മെയിൻ തിങ് ദറ്റ് സ്റ്റുഡൻസ് ക്യാൻ ഡു നൗ ഇസ് ഗോൾ സെറ്റിംഗ്. സർ പറഞ്ഞ പോലെ ഒരു ബാക്ക്വേർഡ് കരിയർ പ്ലാൻ. അപ്പോൾ നമുക്ക് ഒരു ഫ്യൂച്ചർ ഗോൾ ഉണ്ടാവും, മേ ബി 5, 10, 15 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ. അതിന് വേണമെങ്കിൽ നമുക്കൊരു പ്ലാൻ B, പ്ലാൻ C ഉണ്ടാവാം. ആൻഡ് ഫോർ ഈച്ച് ഓഫ് ദീസ് പ്ലാൻസ് നമുക്ക് വ്യത്യസ്തമായ റൂട്ടുകൾ എടുക്കാം അങ്ങോട്ട് എത്താൻ. ഇപ്പോൾ എൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇക്കണോമിക്സ് ആയിരുന്നു ഫൈനൽ ഗോൾ. ഇക്കണോമിക്സിൽ റീസർച്ച് അല്ലെങ്കിൽ ഇക്കണോമിക്സിൽ പോളിസി, റിസർവ് ബാങ്ക് ഗവർണർ, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അണ്ടർ ഗ്രാജുവേറ്റിൽ ഇക്കണോമിക്സിന് എനിക്ക് കുറച്ച് ഡീമോട്ടിവേഷനായി. ആൻഡ് പിന്നെ മാസ്റ്റേഴ്സിൽ നമ്മൾ ഇക്കണോമിക്സിനോട് ഒരു ലിങ്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേറൊരു പ്രോഗ്രാം ചെയ്തു. എന്നിട്ട് തിരിച്ച് ഇക്കണോമിക്സിലേക്ക് ഞാൻ എത്തുകയാണ് ഇപ്പോൾ ഉണ്ടായത്. അപ്പോൾ ഇതിന് നമ്മൾ വ്യത്യസ്തമായ റൂട്ടുകൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടുകൾ ഏതാണെന്ന് തുടക്കം തൊട്ട് അറ്റ് എ യങ് ഏജ് ഇഫ് പോസിബിൾ പേരൻസിൻ്റെ ഹെൽപ്പോട് കൂടി ഐഡൻറ്റിഫൈ ചെയ്യണം. ഞാൻ ചെയ്ത പോലത്തെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പറ്റുകയാണെങ്കിൽ എഴുതണം. ബിക്കോസ് നമുക്ക് ഏതൊക്കെ ഏരിയാസിലാണ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക. സംടൈംസ് നമ്മുടെ സ്കൂളിലെ റിസൾട്ട്സ് മൈറ്റ് നോട്ട് ബി ആഡിങ് അപ്പ്. ചിലപ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റിൽ കൂടുതൽ മാർക്ക് ഉണ്ടാവും, ബാക്കിയുള്ളതിൽ കുറച്ച് ആവറേജ് മാർക്സ് ആവും. അതിനൊക്കെ ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാവും, ഒരു കോഗ്നിറ്റീവ് റീസൺ ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്ന സ്ഥിതിക്ക് സ്റ്റുഡൻസിന് ബെറ്റർ ആയിട്ട് അവരുടെ ഫിറ്റ് മനസ്സിലാക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം അതിലേക്കുള്ള പാത്ത് ചാർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് ദി മെസ്സേജ് ഐ ഹാവ് ടു ഗിവ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാട്ടിൽ പൊതുവേ ഉള്ളൊരു വിഷയം ഈ ഹയർ സ്റ്റഡീസ് അബ്രോഡ്. അതിൽ കൃത്യമായിട്ട് ഇപ്പോൾ ഒരുപാട് ഏജൻസികളും ഒരുപാട് ടീമും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് സപ്പോർട്ടുള്ള, അവർക്ക് ബന്ധമുള്ളത് മാത്രമേ പലപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. അതിന് പകരം വളരെ ജെന്യുവിനായിട്ട് ഏറ്റവും പ്രീമിയറായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കണം, അവരുടെ സ്കില്ലും അവരുടെ ഫ്യൂച്ചർ പ്ലാനും ഡ്രീംസൊക്കെ കണ്ടിട്ട് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാലുവിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്ക് ഈ ഇതുണ്ടല്ലോ, എന്താണ് പറയുക, SOP, അതുപോലെ തന്നെ റെഫറൻസ്, അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൽ തന്നെ ഓരോ സബ്ജക്റ്റിലും ഓരോ ഏരിയയിലുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ലിസ്റ്റൊക്കെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് ദെൻ അതിനനുസരിച്ചൊരു പ്ലാനൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ ബാലു പറഞ്ഞാൽ അതിലൊരു ഫ്യൂച്ചർ പ്ലാൻ കൃത്യമായിട്ട് ഉണ്ടാവണം, ഒരു ബാക്ക്വേർഡ് കരിയർ പ്ലാനിങ് ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാലുവിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ആ അർത്ഥത്തിൽ നിന്നാണ് തോന്നുന്നത്. മാത്രമല്ല കരിയർ ഗുരുവായിട്ട് അസോസിയേറ്റ് ചെയ്യാനും സാധിക്കും കുട്ടികളെ ഗൈഡ് ചെയ്യുന്നില്ല. അബ്സല്യൂട്ട്ലി. ഞാനിപ്പോൾ തന്നെ എൻ്റെ ഹൻസ്രാജിൽ പഠിച്ച അല്ലെങ്കിൽ മുമ്പ് പരിചയമുള്ള ആൾക്കാർ വഴി സ്റ്റുഡൻസ് വരുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ കരിയർ ഗുരു വഴി എനിക്കത്
കുറച്ചും കൂടി മാക്സിമൈസ് ചെയ്യാം ആൻഡ് കുറച്ച് അധികം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹാപ്പിയാണ്. താങ്ക് യു. അപ്പോൾ എന്തായാലും വളരെ രസകരമായ കുറേ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഉപകാരപ്രദമാകുന്നത് ചർച്ച ചെയ്തു. ഏതായാലും ബാലു ഒരു റോൾ മോഡലാണ് കൃത്യമായിട്ട്. അത് ബാലു മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ബാലുവിൻ്റെ പാരൻസും വളരെ കൃത്യമായ കുറേ റോളുകൾ കരിയർ ഡെവലപ്മെൻറ്റിൽ എടുത്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിദ്യാർത്ഥികളോട് പാരൻസിനോടും പറയാനുള്ളത്, ഒരു ബാക്ക്വേർഡ് കരിയർ പ്ലാനിങ് നമുക്ക് ഉണ്ടാവണം. അതോടൊപ്പം ഒരു വിശ്വപൗരനാവുക കരിയറിൻ്റെ കാര്യത്തിൽ, അതിനൊക്കെ സ്വപ്നം കാണുകയും അതിനുവേണ്ടി നമ്മൾ വെറുതെ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, വളരെ കൃത്യമായ ചില പ്ലാനുകളും നടപടികളും സ്ട്രാറ്റജികളും നമുക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടായി നല്ല കരിയർ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏതായാലും ഇനി അങ്ങോട്ടുള്ള പ്രത്യേകിച്ച് ഇത്തരം പഠനങ്ങൾ, ഹയർ സ്റ്റഡീസിൽ ഇത്തരം മേഖലകളിലൊക്കെ എത്താനുള്ള ഒരു സപ്പോർട്ട് ബാലുവിൽ നിന്ന് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ത്രൂ കരിയർ ഗുരു. എല്ലാവർക്കും ഒരു നല്ല നാളെ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.